ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. ശീതകാലത്തുള്ള ഒരു പ്രതിഷ്ഠോത്സവ ആചരണത്തിന് ശേഷം യേശു കർത്താവ് ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് യേശു കർത്താവും യഹൂദന്മാരും തമ്മിൽ നടത്തുന്ന സംഭാഷണ രംഗത്തെ വിവരിച്ചിരിക്കുന്ന വേദഭാഗമാണ് ഇത്. യഹൂദന്മാർ അവനെ വളഞ്ഞു, എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു, നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറയുക എന്ന് അവനോട് പറഞ്ഞു. വാക്യം 24. യഹൂദന്മാർ തങ്ങൾ വളഞ്ഞുണ്ടാക്കുന്ന വൃത്തത്തിൽ യേശു നിൽക്കണമെന്നാഗ്രഹിക്കുന്നതിലെ പൊള്ളത്തരം ഈ വരികളുടെ ഇതിവൃത്തമാണ്. യഹൂദന്മാർക്ക് യേശുവിനെ കുറിച്ച് ഇത്തിരി കൂടെ സ്പഷ്ടത വേണം. യേശു തന്നെക്കുറിച്ച് വിവരിച്ച് പറഞ്ഞ് സ്പഷ്ടത വരുത്തി കൊടുക്കണമെന്നുള്ള യഹൂദന്മാരുടെ ആവശ്യം ഈ സംഭാഷണ രംഗത്തിൻ്റെ വൈരുദ്ധ്യമാണ്. യേശുവിനെ മനസ്സിലാക്കാനും സ്പഷ്ടത വരുത്താനും ഒത്തിരിയേറെ അവസരങ്ങളും അനുഭവങ്ങളും കൺമുമ്പിൽ ഉണ്ടായിട്ടും തന്മയത്വത്തോടുകൂടെ യേശുവിനെ തിരിച്ചറിയാൻ കഴിയാത്തവരോട് ഇനിയും ഒരുപാട് വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്ന വൃത്തത്തെ നിറച്ചെടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കാരണം കർത്താവ് പലപ്പോഴായി ധാരാളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ അതിനെ കാര്യമായിട്ടെടുക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല. എന്നിട്ടും കർത്താവ് അവരോടൊന്നും പറയാതെ വിടുകയൊന്നുമല്ല. കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു എന്ന് വെച്ചാൽ യഹൂദന്മാർ യേശുവിനെ കൊണ്ട് കാര്യങ്ങളെ വിശദീകരിച്ച് ആ വൃത്തത്തെ നിറയ്ക്കാൻ നിർബന്ധിക്കുമ്പോൾ കർത്താവ് വാക്കുകൾ കൊണ്ടല്ല, പ്രവർത്തികൾ കൊണ്ട് അവർ ഉണ്ടാക്കുന്ന വളയത്തിന് പുറത്ത് സാക്ഷ്യപൂർവം നിൽക്കുന്നത് ഈ വചനത്തെ ധ്യാനിക്കുന്ന നമുക്ക് പ്രത്യാശ നൽകുന്നുണ്ട്. അല്ലെങ്കിലും ആരും കർത്താവിനെ വളഞ്ഞ് വൃത്തമുണ്ടാക്കി ഈ വൃത്തത്തിനുള്ളിൽ കാര്യങ്ങളെ അവതരിപ്പിച്ച് തരണമെന്നോ സാധിപ്പിച്ച് തരണമെന്നോ വാശി പിടിക്കേണ്ടതില്ല. കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ വരയ്ക്കുന്നതും പ്ലാൻ ചെയ്യുന്നതുമായ ചെറിയ വൃത്തങ്ങൾക്ക് സ്ഥാനമില്ല. പിന്നെയോ യേശുവിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുവാനുള്ള ഒരുപാട് വൃത്തങ്ങളുണ്ട്. അവൻ സാക്ഷ്യത്തിനായി പ്രവർത്തിക്കുവാൻ വേണ്ട ഇടം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആകണമെന്നില്ല. എന്നാലോ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ മറ്റൊരു വിധത്തിൽ അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്നത് ഉറപ്പാണ്. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവർ അല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകളുടെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. വാക്യം 27-28. ആടുകൾ എന്ന പോലെ കൂട്ടത്തിൽ നിൽക്കുന്നവർക്ക് കിട്ടുന്ന നിത്യജീവനാണ് ഈ വാക്യങ്ങളുടെ സന്ദേശം. ഇടയനോടൊപ്പമുള്ള ജീവിതം ഒരു ഭാഗ്യമാണ്. ഇടയനില്ലാത്ത ആടുകളുടെ ജീവിതം അപാരമായ അപകട സാധ്യതകൾ നിറഞ്ഞതാണ് എന്നറിയാത്തവർ ഇനി ആരും കാണില്ല. യേശു എന്ന ഇടയനോടൊപ്പം അഥവാ ആ കൂട്ടത്തിൽ പെട്ടവരാകാൻ ഭാഗ്യം കിട്ടിയവർക്ക് ഈ വരികൾ തരുന്ന ഉറപ്പുകൾ 3 ഉണ്ട്. 1, നശിച്ചു പോകാൻ ഇടയാകുകയില്ല. 2, നിത്യജീവൻ ഉറപ്പാണ്. 3, ആടുകൾ ആ ഇടയൻ്റെ കൈക്ക് ഉള്ളിലാണ്. ആർക്കും അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല. ഒരൊറ്റ സാധ്യതയാണ് ഇനി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. ആ നല്ല ഇടയനായ യേശു കർത്താവിനോട് ചേർന്ന് അവൻ്റെ ആട്ടിൻ കൂട്ടത്തോട് ചേർന്ന് നിൽക്കുക. ആ ആട്ടിൻ പറ്റത്തോട് ചേർന്ന് നിന്നാൽ കിട്ടുന്ന അനുഭൂതി അപാരമാണ്. നട്ടുച്ചയ്ക്ക് വെള്ളം കോരി മടങ്ങിപ്പോകാൻ വന്ന ശമരിയാക്കാരി സ്ത്രീയോട് കുടിക്കാനിത്തിരി വെള്ളം ചോദിച്ചാരംഭിച്ച സംഭാഷണത്തിൻ്റെ തിരശ്ശീല വീഴുമ്പോൾ
അവളുടെ മട്ടും ഭാവവും മാറി എന്ന് മാത്രമല്ല, അവൾ പിന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നത് തന്നെ നിത്യജീവന്റെ ഉറവയിലേക്ക് നയിക്കുന്ന ആ ഇടയന്റെ മഹത്വത്തെ പറ്റിയാണ്. അങ്ങനെയെങ്കിൽ ഇടയൻ ഉള്ള കൂട്ടത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആരുടെയും ജീവിതത്തിന് ഭംഗിയും അർത്ഥവും തോന്നുക. ഇടയനില്ലാത്ത കൂട്ടങ്ങളെല്ലാം ചിതറിപ്പോയ ചരിത്രമേ ഈ ലോകത്തിന് പറയാനുള്ളൂ. ഒന്നും നശിച്ചു പോകാൻ ഇടയാകരുത്, ഒന്നും കൈവിട്ടു പോകാൻ ഇടയാകരുത്. ജീവജലം കിട്ടാതെ അലയാൻ ആർക്കും ഇടയാകരുത്. എന്നാൽ ഇനി ഒട്ടും താമസിക്കേണ്ടതില്ല. ഇനിയും അതും ഇതും തമ്മിൽ പറഞ്ഞ് നേരം കളയേണ്ടതില്ല. എല്ലാവർക്കും അവനോട് ചേർന്ന് നല്ല സുന്ദരമായ ജീവിതം തുടരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാനും പിതാവും ഒന്നാകുന്നു. വാക്യം 30. ചെറിയ വാക്യമെങ്കിലും ഒന്ന് എന്ന വലിയ ആശയമാണ് 3 വാക്കുകൾ കൊണ്ട് വായനക്കാർക്ക് കിട്ടുന്നത്. യേശുവിൻ്റെ ഒരു വലിയ പ്രഖ്യാപനമാണ് ഈ ചെറിയ വരി. ഞാനും പിതാവും ഒന്നാകുന്നു. ഒന്നാകാൻ ഒത്തിരി പാടാണ്. പക്ഷേ ഒന്നായി മടങ്ങിപ്പോയവരും ഒന്നായി തുടരുന്നവരും ധാരാളമുണ്ട്. യേശുവിന് കള്ളനോടും ഒന്നായി ചേർന്ന് അവനെ വീണ്ടെടുത്ത് മടങ്ങിപ്പോകാൻ കഴിഞ്ഞു എന്നത് നമുക്കുള്ളൊരു പാഠമാണ്. ചുങ്കക്കാർ പാപികളെന്ന് കരുതിയിരുന്ന കാലത്തും അവരോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കർത്താവിനെ കാണാം. കൊല്ലാൻ കൂട്ടുനിൽക്കുന്ന ശിഷ്യനോടും ഒന്നായി ഇരുന്ന് അവൻ്റെ പാദങ്ങളെ ചുംബിച്ച് പെസഹ ആചരിച്ച കർത്താവിനെ മാളികയിൽ നാം കാണുന്നുണ്ട്. കുരിശിൻ്റെ ചുവട്ടിൽ നിന്നും മടങ്ങിപ്പോകുമ്പോൾ യേശുവിൻ്റെ അമ്മയും യോഹന്നാനും ഒന്നായി വീട്ടിലേക്ക് പോകുന്ന ദൃശ്യത്തിൻ്റെ വശ്യത എത്രയോ തവണ നാം ധ്യാനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ, പിതാവിനോട് ഒന്നാകാൻ കഴിഞ്ഞാൽ പിന്നെ ആരോടും ഒന്നാകാൻ കഴിയും. ഒന്നായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ഒന്നായി ജീവിക്കേണ്ടവരോട് ഒന്നായി ചേർന്ന് ജീവിക്കാൻ എന്ന് വെച്ചാൽ, ആദ്യം ഭർത്താവും ഭാര്യയും, പിന്നെ മക്കളും, പിന്നെ മാതാപിതാക്കളും, പിന്നെ സമൂഹത്തോടും ഒക്കെ ചേർന്ന് എല്ലാം ഒന്ന് എന്ന ബോധ്യത്തോടെ തുടരാൻ യേശു കർത്താവ് നമുക്കും മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.